വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് ആക്ച്വലി എനിക്ക് ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വോയിസ് കേൾക്ക്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് ഞാനേ എടാ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പോൾ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്കായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. വെച്ചാൽ ആള് ഞാനിത് ഫ്ലവേഴ്സിൽ കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിൻ്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിൻ്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ ഒന്നല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്.